മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, UDF വിപുലീകരണ ചർച്ചകൾ സജീവമായിരിക്കെ മുന്നണി മാറ്റം തള്ളി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നു. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി. പാലയിലടക്കം തിരിച്ചടി ഉണ്ടായെന്ന് വിലയിരുത്താനാകില്ലെന്നും സംഘടനാപരമായി ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചുവെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ജോസഫ് ഗ്രൂപ്പിനെ പരിഹസിച്ച ജോസ് കെ മാണി കടുത്തുരുത്തിയിലും തൊടുപുഴയിലും എന്താണ് അവരുടെ അവസ്ഥയെന്ന ചോദ്യവും ഉയർത്തി. ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പറയുന്ന വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. ഇനി അത് പോട്ടെ, നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണുണ്ട്, ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ, അവിടെ ഇനി വെള്ളം കോരാനാരും വരണ്ട എന്ന് ഒഴിക്കാമെന്നും പറയും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ്, പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഫലത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പുറത്തേക്ക് ഒരു ചാട്ടം ഉണ്ടാകും മാണി ഗ്രൂപ്പിന്, ജോസ് ഗ്രൂപ്പിന് എന്ന കാര്യത്തിലൊക്കെ. പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ്. ഇടതുമുന്നണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. ഇന്നത്തെ ഇടതുമുന്നണി യോഗമൊക്കെ അതിന് കാരണമായി എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് തന്നെ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും UDF-ലേക്കുള്ള ക്ഷണം തള്ളുകയാണ് കേരള കോൺഗ്രസ് എം എന്ന് വ്യക്തമാണ്. UDF-ന്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ നേരത്തെ കേരള കോൺഗ്രസിനെ പരോക്ഷമായി സ്വാഗതം ചെയ്തിരുന്നു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് വരട്ടെ എന്ന നിലപാടെടുത്തു. എന്നാൽ അത്തരത്തിൽ ഒരു മുന്നണി മാറ്റത്തിനും തങ്ങളില്ല എന്ന് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത്. മാത്രമല്ല, അവിടെ ഇവരുടെ ജോസ് കെ മാണിയുടെ വരവ് ആശങ്കയുണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. അവരെ പരിഹസിക്കുകയാണെന്ന് ജോസ് കെ മാണി ചെയ്തത്. പരുന്തിന് മുകളിലിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് ഗ്രൂപ്പിനെന്ന പരിഹാസമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, അവിടെ തൊടുപുഴയിൽ എത്ര സീറ്റാണ് അവർക്ക് ലഭിച്ചത്? തൊടുപുഴയിൽ 2 സീറ്റ് മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത്. കടുത്തുരുത്തിയിൽ എത്രയാണ് അവരുടെ നേട്ടമെന്ന് ചോദിക്കുന്നു. പാലാ മുനിസിപ്പാലിറ്റി ചരിത്രത്താദ്യമായി നഷ്ടപ്പെടുമ്പോഴും 7 നേരത്തെയുള്ള അതേ സീറ്റുകൾ നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിയുടെ ഭാഗമായി അവിടെയും മുന്നണി എന്ന രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയി. പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലും 2000-ൽ പരം വോട്ടിന് മുന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണി തന്നെയാണെന്നും ഇവിടെ ജോസ് കെ മാണി സമർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ തുടരും, ഇടതുമുന്നണിയിൽ തുടരും, ഇടതുമുന്നണിക്ക് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കുന്നത്. മുന്നണി മാറ്റമെന്ന എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. അതാണ് സാഹചര്യം. ഏതായാലും ജോസ് കെ മാണി തൽക്കാലം ഇടതുമുന്നണി വിടില്ല, ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും. ആ UDF-ന്റെ ആ ആഗ്രഹം തൽക്കാലം അങ്ങ് മാറ്റിവെച്ചേക്കാനാണ് ജോസ് കെ മാണി പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായതായി ഒരു വേദിയിലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. വോട്ടിംഗ് പാറ്റേണിനെ ഭരണവിരുദ്ധ വികാരമായി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നില്ല. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഐകണ്ഠേനയാണ്. LDF-ന് ഹിമാലയൻ പരാജയം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഒരു വേദികളിലും, ഇടതുപക്ഷത്തിന്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയില്ല. ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോൾ 2ാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയാം. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏകണ്ഠമായിട്ടാണ് എടുക്കുന്നത്. ഒരു തീരുമാനങ്ങൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം തെറ്റായ വാർത്തകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രചരണം മാത്രമായി കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്തും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. ഹിമാലയം പരാജയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ചെറിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം തെറ്റ് തിരുത്തി എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് വസ്തുതാപരമായി തന്നെ പരിശോധിച്ച്
കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും.